കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. അപ്പോൾ ഇയോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എൻട്രി ലെവലിൽ ഏറ്റവും കൂടുതൽ ഹ്യുണ്ടായിയുടെ വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടൊരു വാഹനമാണ് ഈ ഒരു ഇയോൺ. അപ്പോൾ ഓൾട്ടോക്കായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. കാരണം ഓൾട്ടോനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടായാലും സ്പേസ് ആയാലും ഫീച്ചേഴ്സ് ആയാലും ഒക്കെ ഓൾട്ടോനേക്കാൾ മുമ്പിൽ തന്നെയാണ് ഈ ഒരു ഇയോൺ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2013 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോണാണ്. ഇറ പ്ലസ് എന്ന ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. പിന്നെ മാത്രമല്ല നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉണ്ട്. ഇറ പ്ലസിനകത്തും ബേസിക് ആയിട്ടുള്ള നമുക്ക് പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ വരുന്നൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ഹ്യുണ്ടായിയുടെ ഇറ പ്ലസ് ഇയോൺ. വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടി തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഹ്യുണ്ടായിയുടെ ഇയോണാണ്. അപ്പോൾ ഇയോണിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് ലെവലിൽ ഒട്ടനവധി ആൾക്കാരുടെ പ്രിയ വാഹനമാണ് ഈ ഒരു ഇയോൺ. കാരണം ഇയോണിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ മാത്രമല്ല നമുക്ക് ഓൾട്ടോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസും ഫീച്ചേഴ്സൊക്കെ വ്യത്യാസം വരുന്നൊരു വണ്ടി കൂടിയാണ് ഈ ഒരു ഇയോൺ. ഒരു ഫാമിലിക്കൊക്കെ നമുക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു ഇയോൺ വന്നേക്കുന്നത്. അപ്പോൾ ഇയോണിൻ്റെ ജസ്റ്റ് ലുക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് നോക്കിയേക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇൻഡെപ്ത് വീഡിയോ വരുന്നുണ്ട്. ഓരോരോ പാർട്സ് ഞാൻ കാണിച്ചിട്ട് എവിടെയെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇയോൺ. കണ്ടോ, നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു സറൗണ്ടിങ്സ് ഉള്ളൊരു ഇയോണാണത്. അതേപോലെ ഇനി റൂഫ് നോക്കാം. റൂഫായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീലാർച്ചിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാർച്ച് നോക്കാം. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വീലാർച്ചും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പ് ആയാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റ്, ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ചാണത്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. 2 വിൻഷീൽഡും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറും ഒരു വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കാം. റൂഫിൽ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാച്ചോ കാര്യങ്ങളൊന്നുമല്ല, വാഷ് ചെയ്യാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല കുഴപ്പമില്ലാത്ത വീൽ കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ വിൻഷീൽഡായാലും ഇതൊക്കെ അഴുക്കാണ്, അല്ലാതെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ രീതിയിലൊരു മഴ പെയ്തപ്പോൾ നിൽക്കുന്ന സംഭവമാണത്. ഇവിടുത്തെ ലിഡ് നോക്കാം. താഴെ നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കമ്പനി സീറ്റ്സൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് കാണാം, നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ് ബോർഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്ലോർ ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തേക്കാം. ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണേ. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. 47,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ഡോർ പാഡ്സൊക്കെ വളരെ നീറ്റായിട്ടിരിക്കും. ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂമും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലെഗ് റൂമും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഡോറിന് ക്ലോസ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗവും എയർ കണ്ടീഷൻ ചെക്ക് ചെയ്തേക്കാം. ലിഡൊന്ന് ഓപ്പൺ ചെയ്യണം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇയോണിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ആണോ, വളരെ കുറച്ച് അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ബാറ്ററിയാണത്, പവർഫുൾ ബാറ്ററിയാണ്. പേസ്റ്റിംഗ് നോക്കാം. പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാം. കേട്ടോ, അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡും നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി അടുത്ത് ബൂട്ടിലേക്കൊന്ന് പോകാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കീ വന്നേക്കണേ. നമുക്ക് ഇവിടുന്ന് ഓക്കെ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. പാർസൽ ട്രേ ഇവിടെയുണ്ട്. പാർസൽ ട്രേ ഇവിടെ ഊരി വെച്ചൊക്കെയാണ്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം നോക്കാം. ടയേഴ്സ് ഗ്രിപ്പ് കുറവാണ്. സ്പെയർ വീൽ റൂമായാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പൊടി എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വല്ല കുഴപ്പമില്ല. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു രീതിയിലുള്ള ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇറാ പ്ലസ് കണ്ടു കഴിഞ്ഞു, ഇയോൺ ഇറാ പ്ലസ് കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ റേറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2013 ഇതിൻ്റെ മോഡൽ. 13 മോഡൽ ഇറാ പ്ലസ് പെട്രോൾ ഓപ്ഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് എൻട്രി ലെവലിലൊക്കെ എന്തുകൊണ്ടും സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു ഇയോൺ. നമുക്കിതിൻ്റെ റേറ്റിലേക്ക് ഇറങ്ങാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,20,000 രൂപയാണ്. 2.20 lakhs. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് അയക്കാം, വോയിസ് അയക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലേക്കാണ് ശേഷം ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.